ഇന്നത്തെ ഉച്ചയൂണിന് ഞണ്ട് കറിയും ഞണ്ട് പൊരിച്ചതും പപ്പക്കായ ഉപ്പേരിയും. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. ആദ്യം തന്നെ എല്ലാം ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് എടുത്ത് വെച്ചേക്കണം. പിന്നെ ചട്ടി ചൂടായതിനു ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഉള്ളിയും കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക കേട്ടോ. ഉള്ളിയുടെ നിറമൊന്ന് മാറി വരുന്ന സമയത്ത് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടിട്ട് അതും കൂടി ഒന്ന് മൂപ്പിക്കുക. അതും ഒന്ന് റെഡിയായി കഴിഞ്ഞാൽ പച്ചമുളകും ഉപ്പും തക്കാളിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുത്തേക്കണം. അതവിടെ റെഡി ആവുന്ന സമയം കൊണ്ട് നമുക്കൊരു 3 സ്പൂൺ മല്ലിപ്പൊടിയും ഒരു 2 സ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ടിട്ട് അതിലേക്കുള്ള മസാല ഒന്ന് റെഡിയാക്കി എടുക്കുക കേട്ടോ. അപ്പോഴേക്കും ഉള്ളി അത്യാവശ്യം വാടിയിട്ടുണ്ടാവും. ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് വാടി വരുമ്പോഴേക്കും ഞണ്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് മസാലപ്പൊടികളും ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായി അതൊന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് പുളിവെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കണേ. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അത് നല്ലപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ അതിനിടയിൽ നമ്മളിവിടെ ഞണ്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. വാങ്ങിയ ഞണ്ടിൽ നിന്ന് ഒരു 2-3 കഷ്ണം എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പൊരിച്ചു എന്നുള്ളൂ. അത് ഉണ്ണിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മുടെ കറി ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും വറുത്തരച്ച തേങ്ങയും കൂടി അതിലേക്ക് ചേർക്കുന്നുണ്ട്. ആ ഒരു വീഡിയോയുടെ ക്ലിപ്പ് എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി. പിന്നെ കുറച്ച് കുരുമുളകും കൂടി ഇട്ട് ആവശ്യത്തിന് വെള്ളവും കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിനിടയിൽ നമ്മൾ പപ്പക്കായ ഉപ്പേരിയും റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു ഭാഗത്ത് ഞണ്ട് കറി ആയപ്പോൾ മറ്റേ ഭാഗത്ത് ഞാൻ ഉപ്പേരിക്കും വെച്ചിട്ടുണ്ടായിരുന്നു. ചില നാട്ടിൽ നമ്മുടെ പപ്പായയ്ക്ക് പപ്പക്കായ, കർമൂസ, കപ്ലങ്ങ അങ്ങനെ പല പേരിൽ അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഉച്ചയൂണ് റെഡി ആയിട്ടുണ്ട്. ഉണ്ണിക്കുട്ടന് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ നല്ലപോലെ ആസ്വദിച്ച് കഴിച്ചോളും. ചില സമയത്ത് നല്ലൊരു റെസ്പോൺസ് ആയിരിക്കും ആളെ ഭാഗത്തു നിന്നുണ്ടാവുക, ചില സമയത്ത് ഭയങ്കര മൂഡ് ഓഫ് ആയിരിക്കും. എന്നാലും ഫുഡൊക്കെ ആൾ നല്ലപോലെ ആസ്വദിച്ച് കഴിക്കുന്ന കൂട്ടത്തിലാട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം.